ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു എന്നിവർ രചനയും സംവിധാനവും നിർവഹിച്ച് ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത് അലക്സാണ്ടർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് പരിവാർ. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. ഹസ്തനപുരത്തെ ഭാസ്കരേട്ടന് 2 ഭാര്യമാരാണ് ഉള്ളത്. അതിൽ 5 മക്കൾ. അതിൽ ഒരാൾ മരിച്ചു പോവുകയും ബാക്കി 4 പേരാണുള്ളത്. ഈ 4 പേർക്കും അവരുടെ കുടുംബത്തിനും ഒരു പ്രത്യേക സാഹചര്യത്തിൽ തറവാട്ടിൽ തങ്ങേണ്ടി വരികയും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് പരിവാർ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. സിനിമ ഒരു കോമഡി ഡ്രാമ എന്ന രൂപേണയാണ് അവതരിപ്പിച്ചേക്കുന്നത്. ഡ്രാമ വർക്കൗട്ടായി, കോമഡി ചില സ്ഥലങ്ങളിലൊക്കെ വർക്കൗട്ടായി, ചില സ്ഥലങ്ങളിലൊക്കെ വർക്കൗട്ടായില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സിനിമയിലെ പെർഫോമൻസുകൾ മാത്രമാണ്. അതൊഴിച്ചാൽ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രശാന്ത് അലക്സാണ്ടർ, ജഗദീഷ്, ഇന്ദ്രൻസ് 3 പേരുടെയും വളരെ നല്ല പെർഫോമൻസുകളായിരുന്നു സിനിമയിൽ. ഇതൊഴിച്ചാൽ സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ മാസം തിയേറ്ററുകളിൽ വന്ന നാരായണിന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയോട് സാദൃശ്യം തോന്നിയ രീതിയിലുള്ള ഒരു പ്ലോട്ട് തന്നെയാണ്. സബ്ജക്റ്റിൽ ചെറിയ വ്യത്യാസം വരുത്തി എന്നതൊഴിച്ചാൽ ആ സിനിമയോട് നല്ല സാമ്യമുള്ള രീതിയിലുള്ള പ്ലോട്ട് തന്നെയാണ് ഈ സിനിമയിലും കൊണ്ടുവന്നേക്കുന്നത്. ഇവരെ കൂടാതെ മൊട്ടരാജേന്ദ്രൻ, തമിഴിലെ തെരി എന്ന് പറയുന്ന സിനിമയിലൊക്കെ വിജയുടെ കൂടെയുള്ള ഒരു പോലീസുകാരനായിട്ട് എത്തുന്ന പുള്ളി ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നുണ്ട്. സിനിമ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല. എങ്കിലും സിനിമ കാണാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.